ഇന്നലെ പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ കാലിക പ്രസക്തി, ദമ്പതികൾക്കിടയിലെ ഇഴയടുപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ട ചില പൊടിക്കൈകൾ, ഇതിലൂടെയായിരുന്നു നമ്മുടെ ഒന്നാമത്തെ സെഷൻ കടന്നു പോയത്. അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് സാറാണ് ഇന്നലെ ആദ്യ സെഷൻ നയിച്ചത്. ഇന്നും അദ്ദേഹം തന്നെയാണ് ഈ രണ്ടാം ദിനത്തിലെ ആദ്യ സെഷനും നയിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ദമ്പതികൾക്കിടയിലെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഡൈനാമിക്സിനെ പറ്റിയിട്ട്, അത് ദാമ്പത്യത്തിൽ എത്ര കണ്ട് പ്രതിഫലിക്കുമെന്നും അതിന്റെ ഒരു രാസവാക്യങ്ങളാണ് ഇന്ന് സാറ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൊച്ചി CWCയുടെ മുൻ ചെയർപേഴ്സൺ ആണ് അദ്ദേഹം. അതുപോലെ തന്നെ കുടുംബ കോടതിയിലെ 32 വർഷത്തിൽ പരം അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള അനുഭവ സമ്പന്നതയും കൊണ്ടാണ് സാറ് നമുക്കായി അറിവുകൾ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകനുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് സാർ. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഈ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഇതിൽ പങ്കുകൊള്ളാൻ എത്തിച്ചേർന്ന മുഴുവൻ അംഗങ്ങളെയും സ്നേഹപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിൻസെന്റ് ജോസഫ് സാറിനെ സ്നേഹാദരപൂർവ്വം ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജ്യോതി മാം, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്ന് രണ്ടാം ദിവസം കെമിസ്ട്രി ഓഫ് മാരിറ്റൽ ലൈഫ്, രണ്ടാം ദിവസം. ഇന്നലെ ജ്യോതി മാം സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രധാനമായിട്ടും 2 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തത്. ഒന്ന് തന്നെ ഇൻട്രൊഡക്ഷൻ, രണ്ടാമത് റിലേഷൻഷിപ്പ് ആഫ്റ്റർ മാരേജ്. അപ്പൊ റിലേഷൻഷിപ്പ് ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കണ്ട ഇതാണ്, ദാമ്പത്യ ജീവിതം 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നു. പിന്നെ അതിൽ ഒന്നാമത്തെ ഘട്ടം കഴിയുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് 3 കൈൻഡ്സ് ഓഫ് കപ്പിൾസ് രൂപപ്പെടുന്നു, എവോൾവ് ചെയ്യുന്നു. ഒന്ന് സെപ്പറേറ്റഡ് കപ്പിൾസ്, 2 സർവൈവിംഗ് കപ്പിൾസ്, 3 ത്രൈവിംഗ് കപ്പിൾസ്, അതായത് അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന, ത്രൈവ് ചെയ്തു വരുന്ന കപ്പിൾസ്. അപ്പൊ ഈ സർവൈവിംഗ് കപ്പിൾസ് അങ്ങനെ ആകാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ 4 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ഒന്ന് 4C ആണ്, ഓർമ്മിക്കാൻ എളുപ്പമാണ്. 1C ക്രിറ്റിസിസം ആണ്, 2 സ്ഥിരം കംപ്ലൈൻസ്, 3 ബ്ലെയിമിങ്, 3 കൺട്രോൾ ചെയ്യാൻ, പരസ്പരം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, 4 കംപ്ലൈസൻസി, ഒരു അസംഷനാ, ഇനി കുഴപ്പമില്ല ആ രീതിയിൽ. അതുകൊണ്ട് തന്നെ സർവൈവിംഗ് കപ്പിളായിട്ട് പോകുന്നു. അവർക്ക് ഒരു ഊഷ്മളമായ ദാമ്പത്യ സ്നേഹമോ ഇല്ല. നേരെ മറിച്ച് ത്രൈവിംഗ് കപ്പിളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവര് എങ്ങനെ, അതായത് അവരുടെ ജീവിതത്തില് ഓരോ ദിവസവും അവർക്ക് ക്യൂരിയോസിറ്റിയാണ്, ഓരോ ദിവസവും അവർക്ക് ഉന്മേഷം പകരുന്നതാണ്. ജീവിത പങ്കാളിയുടെ സാന്നിധ്യം ഉന്മേഷം പകരുന്നു. അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം കണ്ടത് 10 ഹാബിറ്റ്സ്, എങ്ങനെ ത്രൈവിംഗ് കപ്പിളിലേക്ക് വരാമെന്നെ കുറിച്ച് 10 ഹാബിറ്റ്സ് നമ്മൾ കണ്ടു. അതിനുശേഷം ഡോക്ടർ PV ജോസഫ് സാറിന്റെ റിലേഷൻഷിപ്പ് ആഫ്റ്റർ മാരേജ്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മകൻ വിവാഹത്തിന് ശേഷം അവിടെ ബന്ധങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അവിടെ ജോസഫ് സാർ പറഞ്ഞ കാര്യം ഇതാണ്, മാതാപിതാക്കളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ വേണം. അവർ പഴയ വേർഷൻ അതൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞെങ്കിൽ തന്നെ നമ്മുടെ ക്ലാസ് പൂർണ്ണമാകുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ വിവാഹിതരാകാൻ പോകുന്നത് പേരൻസിന് ക്ലാസ് ഉണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും വഴി ഒരുക്കുന്നവര്, ഒപ്പം വഴി മുടക്കുന്നവരായി, അറിവില്ലായ്മ കൊണ്ട് വഴി മുടക്കുന്നവരായി മാറുന്നുണ്ട്. കാരണം ജീവിതം എന്ന് പറയുന്നത് റിലേ ഓട്ടമാണ്. ഈ റിലേ ഓട്ടത്തില് മാതാപിതാക്കള് മക്കളെ വളർത്തി വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അവിടെ അവരെന്ത് ചെയ്യണം? അവര് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ബാറ്റൺ കൈമാറണം. പലപ്പോഴും പേരൻസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, സ്നേഹാധിക്യം കൊണ്ടാട്ടോ. അപ്പൊ ഇവിടെ വരുന്ന ഒന്ന് കാര്യം വെച്ച് കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ പേരൻസിന്റെ, 2 കൂട്ടരുടെയും പേരൻസിന്റെ, പെൺകുട്ടിയുടെ ആയാലും ശരി അവർക്കും ഈ പറയുന്ന ബോധവൽക്കരണം നടത്തണം. അത് ആവശ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർ വഴി ഒരുക്കുന്നവര് വഴി മുടക്കുന്നവരായി മാറണം. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ച് ആർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ മുന്നോട്ട് പോവുകയാണ്. ഒന്നുമില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ വിഷമ ചോദിച്ചോട്ടെ. 4 C's പറഞ്ഞില്ലേ സർവൈവിംഗ് കപ്പിൾസ്? എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞു തരുമോ? പറയാം. ഒന്ന്, ക്രിറ്റിസിസം, വിമർശനം. ഈ വിമർശനം നടത്തുന്ന ഉഷാമാമിനെ വേറെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ വിമർശിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ? അവൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഭാര്യയ്ക്ക് കിട്ടുന്ന കാര്യം എന്താ? ഈ മനുഷ്യൻ എപ്പോഴും കുറ്റം പറയുക, ഈ മനുഷ്യൻ എന്നെ ഇടിച്ചു താഴ്ത്തുന്നു. അപ്പോൾ നമ്മൾ ഈ വിമർശനം എന്ന് പറയുമ്പോൾ വിമർശിക്കുന്നവനും വിമർശനം ഏറ്റപ്പെടുന്ന വിമർശനം പലപ്പോഴും അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നു. നന്നാകാൻ വേണ്ടി ചെയ്യുന്ന ഒന്ന് ക്രിറ്റിസിസം. 2 വരുന്നത് എന്താ? കംപ്ലൈൻസ്, സ്ഥിരം കംപ്ലൈൻസ്. 3 കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. 3 C, കൺട്രോൾ. 4 കംപ്ലസൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസംഷൻ കുറെ കഴിയുമ്പോൾ ഭാര്യയല്ലേ ഇതൊക്കെ മതി, ഭർത്താവല്ലേ ഇത് മതി, അസ്യൂം ചെയ്യുന്നു. മാം, ഇസ് ഇറ്റ് ക്ലിയർ? യെസ് സർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ആണ്. നിങ്ങൾ പ്രത്യേകിച്ച് ട്രെയിനേഴ്സും കൗൺസിലേഴ്സും ഒക്കെ ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ 3 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. നമ്മളൊരു ചെറിയ അതിലേക്കുള്ള എത്തിനോട്ടം മാത്രമേ ആകുന്നുള്ളൂ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആൻഡ് മാരേജ്. അപ്പൊ ഞാനിത് കൈകാര്യം ചെയ്യും. അതിനുശേഷം നമ്മുടെ ജോസ് തജൽ സാറ് ഈ കുടുംബത്തിലെ സാമ്പത്തിക സ്മാർട്ട് ഫാമിലി ബഡ്ജറ്റ്. കാരണം പല കുടുംബങ്ങളിലും ഈ പറയുന്ന കടബാധ്യത വരുന്നു. കാരണം നമ്മൾ ഇന്നിപ്പോ മലയാളിക്ക് 3 കോംപ്ലക്സ് ഉണ്ടെന്ന് പറയാറുള്ളത്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, 3 ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പൊ സ്വാഭാവികമായി ഒത്തിരി സാധനങ്ങൾ വരുന്നു, കടബാധ്യത വരുന്നു. ഈ കടബാധ്യത വന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ ത്രൈവിംഗ് കപ്പിൾ ആവില്ല, തഴച്ചു വളരുന്ന കപ്പിൾ ആവില്ല. കാരണം എന്താ? ബെഡ്റൂമിൽ കയറുമ്പോൾ ചിന്ത, നാളത്തെ ഇൻസ്റ്റാൾമെന്റ് അടക്കി, ഈ ചിന്തയാണ്. അപ്പൊ അതിനുള്ള ജോസാറിന്റെ സെഷൻ ഉണ്ടാവും. അതിനുശേഷം നാളെ സെഷൻ ഇല്ല, നാളെ ഇല്ല, 19-ാം തീയതി ഇല്ല, 20-ാം തീയതി നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം ആലീസ് മാമിന്റെ പ്രഗ്നൻസി, അതുപോലെ ചൈൽഡ് ബർത്തുമായി ബന്ധപ്പെട്ട സെഷൻസ്. അതിനുശേഷം നമുക്ക് മറ്റൊരു കാര്യം സ്ത്രീ പുരുഷ മനഃശാസ്ത്രം. കാരണം ചിന്തകളിലെ പെരുമാറ്റങ്ങളിൽ സ്ത്രീയും പുരുഷനുള്ള വ്യത്യാസങ്ങൾ അതും അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ 3 ദിവസം നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇനിയും ഒട്ടനവധിയായ മേഖലകൾ ഉണ്ട് എന്ന് മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷനോടെ നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ആർ യു റെഡി ആണെങ്കിൽ നമ്മളെ ചാറ്റ് ബോക്സിൽ ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യുക, വെറുതെ എസ് എന്ന് ടൈപ്പ് ചെയ്യുക, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചിത്രമ, താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നിങ്ങളെ എറിക് ബേണിന്റെ തിയറി എല്ലാവരും, നിങ്ങളെല്ലാം ട്രെയിനേഴ്സ് ആണ്, കൗൺസിലേഴ്സ് ആണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ എറിക് ബേണിന്റെ തിയറിയെ ടിയെ കുറിച്ച് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ടൈപ്പ് ചെയ്യുക, അറിയാൻ വേണ്ടിയിട്ടാണ്. കേൾക്കാത്തവർ ആരെങ്കിലും എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ബെന്നീത ടൈപ്പ് ചെയ്ത്, നോന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടി എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാളായാലും ഞാൻ പറയണം, ടി എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസ്. അതിന്റെ ഉപജ്ഞാതാവാണ് എറിക് ബേൺ. ഞാൻ ഇരിക്കുന്നത് സൗത്ത് കളമശ്ശേരിയിലാണ്. ഇതിന് തൊട്ടടുത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ICTA. എല്ലാ ട്രെയിനേഴ്സും ഇവിടെ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി എ എന്ന് പറയും. ടി എയിൽ എറിക് ബേൺ പറയുന്ന 4 ലൈഫ് പൊസിഷൻസ് ഉണ്ട്. 4 ലൈഫ് പൊസിഷൻസ്. അതിവിടെ അറിയാവുന്നവരുണ്ട്. ഒരാൾക്ക് ഒന്ന് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? 4 ലൈഫ് പൊസിഷൻസ്. I am okay, you are not okay. Yes, thank you. And sir, second. Then next one, I am not okay, you are okay. Yes. Third one. Third one, not okay, you are not okay. You are not okay. Last one, I am okay, you are okay. Okay, 4 ലൈഫ് പൊസിഷൻസ്. ഇനി ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഈ ത്രൈവിംഗ് കപ്പിളിന്റെ എന്തായിരിക്കാം പൊസിഷൻ? എന്തായിരിക്കും സാർ, അൻവർ സാറേ? ത്രൈവിംഗ് കപ്പിൾ തഴച്ചു അവരുടെ പൊസിഷൻ എന്തായിരിക്കും? I am okay, you are okay. നേരെ മറിച്ച്, യെസ്, താങ്ക് യു അൻവർ സാർ. നേരെ മറിച്ച് ഈ പറയുന്ന ഈ സർവൈവിംഗ് കപ്പിൾ അവരുടെ പൊസിഷൻ എന്താണെന്ന് അറിയാമോ? ആർക്ക് പറയാം?
I am okay, you are not okay. യെസ്, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. താങ്ക് യു അംബ്ലി മാം. നിങ്ങൾ ഒന്നും വേണ്ട. ഞാൻ സാധാരണ നമ്മൾ ഈ കോഴ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരു ഭവനത്തിൽ കയറി ചെല്ലുന്നു. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് എക്സാമ്പിൾ, ഒരു ഭവനത്തിൽ കയറി ചെല്ലുന്നു, പരിചയമുള്ള കുടുംബം. നിങ്ങൾ കുടുംബനാഥയോട് ചോദിക്കുക, അംബ്ലി മാം കുടുംബനാഥയോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ചേച്ചി അല്ലെ ആന്റി കുടുംബജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ കുറെ ഉണ്ട് അല്ലേ? ചിലര് എന്താ പറയുക, ചിലര് മലയാളി സ്ഥിരം പ്രണയിക്കുന്ന വാക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്താ കുഴപ്പമില്ല. കാര്യം എന്താ, അതിന് മനഃശാസ്ത്രമുണ്ട്. മനഃശാസ്ത്രം എന്താ, അവൻ സ്ഥിരം കുഴപ്പമില്ല. അതിന്റെ അർത്ഥം അവൻ എന്തൊക്കെയോ കുഴപ്പം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ചിലർ പറയും കുഴപ്പമില്ല എന്ന് പറയും. വേറെ ചിലർ പറയും, വേറെ ചില ആന്റിമാരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ മതി, എങ്ങനെയുണ്ട്, ഒന്നും മിണ്ടില്ല, ഒരു ദീർഘശ്വാസം. ആ ശ്വാസം വിട്ട് കഴിയുമ്പോൾ പറയും, അത് എൻ്റെ പോക്ക് ശരിയല്ല, അത് എൻ്റെ മദ്യപാനം ശരിയല്ല. ആ ആന്റിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ശരിയല്ല. ആര് ശരിയല്ല? കുടുംബനാഥൻ. ഇനി നിങ്ങൾ കുടുംബനാഥനോട്, അൻവർ സാറേ, ആ കുടുംബനാഥനോട് പോയിട്ട് സ്വകാര്യം പരിചയമുള്ള കുടുംബം ചോദിക്കുക, എങ്ങനെയുണ്ട് അങ്ങളെ കുടുംബജീവിതം എന്ന് ചോദിച്ചാല് എന്ത് കിട്ടും അൻവർ സാറേ? ഇത് തന്നെ ഉത്തരം അല്ലേ? കുഴപ്പമില്ല എന്ന് പറയില്ലേ? വേറെ ചില അങ്കിളുമാർ പറയുന്ന ഉത്തരവുണ്ട്, എൻ്റെ പൊന്നു മോനെ, ഈ കുടുംബത്തിൽ ഇത് കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും ഇല്ല. അങ്ങനെ പറയുന്ന ആ ഭർത്താവിന്, ആ അങ്കിളിന് സ്വസ്ഥതയും സ്വൈര്യവും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. എവിടെ പോയാൽ കിട്ടും? നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെയാ, വിളിച്ചു പറഞ്ഞാലും മതി. അതായത് കുടുംബനാഥൻ പറയും കുടുംബനാഥ ശരിയല്ല. ഞാൻ സാധാരണഗതിയിൽ ഈ അവസരത്തിൽ നിങ്ങൾക്ക് പരിചയം, സാധാരണ ഞാൻ പറയാറുള്ളൊരു കഥയുണ്ട് പിള്ളേരോട് ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ. ഒരു ഭാര്യയും ഭർത്താവും. നമ്മൾ ഇന്നലെ കണ്ടല്ലോ 5 ദാമ്പത്യ ഘട്ടങ്ങൾ കണ്ടല്ലോ അല്ലെ? ആദ്യത്തെ ഏതായിരുന്നു എന്ന് പറഞ്ഞേ? ആദ്യത്തേത് ഹണിമൂൺ സ്റ്റേജ്. കല്യാണം കഴിഞ്ഞ ഹണിമൂൺ സ്റ്റേജ് ദമ്പതികളാ. കല്യാണം കഴിഞ്ഞ 5-10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ ഭർത്താവിന് ഭയങ്കര ഇന്റിമസി, സോൾമേറ്റാ. അപ്പൊ ഭർത്താവ് എല്ലാ കാര്യങ്ങളും, മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. അപ്പൊ ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയെ പല പ്രാവശ്യം വിളിക്കുന്നു, ഭാര്യയാണ് ചെവി കേൾക്കുന്നില്ല. വിഷമമായി. എന്ത് ചെയ്യും? കാരണം വല്ലതും പറയാൻ പറ്റുമോ? എടി പെണ്ണെ, നിനക്ക് ശ്രവണശക്തി വളരെ കുറവാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പരിചയമുള്ള ഡോക്ടറെ എടുത്തെന്ന് പറഞ്ഞു. ഡോക്ടറെ, പരിചയമുള്ള സുഹൃത്താ, പറഞ്ഞു, അതായത് ഒരു പ്രോബ്ലം ഉണ്ട് സുഹൃത്തെ. എന്താ? അതായത് അവൾക്ക് ശക്തി വളരെ കുറവാ, അത് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മരുന്ന് തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ താനും കാര്യം ഭാര്യയെ വിളിച്ചോണ്ട് പോയി, ഞാൻ പരിശോധിക്കട്ടെ. ഡോക്ടർ, അത് മാത്രം നിർബന്ധിക്കരുത്, കാരണം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറയുകയാണ്, എടി പെണ്ണെ, നീ പൊട്ടിയാണ്, അവൾക്ക് വിഷമം ഉണ്ടാകും, അതുകൊണ്ട് അവൾ അറിയാതെ അവളുടെ ശ്രവണശക്തി വർദ്ധിക്കണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, താനും കാര്യം ചെയ്യുക, തന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കാൻ പോയിട്ട് എത്ര ദൂരം എന്ന് സംസാരിച്ചാൽ ഭാര്യയ്ക്ക് ചെവി കേൾക്കാം. ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇദ്ദേഹം പോയി പോർച്ചിൽ കാറ് നിർത്തി. ഇയാൾക്കറിയാം ഭാര്യ വീടിനകത്തുണ്ടെന്ന്. ഭാര്യയുടെ ഒരു പേര് പറയട്ടെ. ആരോ ഒരു പേര് പറഞ്ഞേ? ഏതെങ്കിലും പേര് പറ. മറിയക്കുട്ടി. അത് തന്നെ, മറിയക്കുട്ടി. താങ്ക് യു. മറിയക്കുട്ടി, ഒരു കപ്പ് ചായ വേണം. അപ്പൊ ഭർത്താവ് അവിടെ നിൽക്കുക, വിളിച്ചു, മറിയക്കുട്ടി ഒരു കപ്പ് ചായ വേണം. ഒരു പ്രതികരണമില്ല. വീണ്ടും വിളിച്ചു, മറിയക്കുട്ടി ഒരു കപ്പ് ചായ വേണം. ഒരു പ്രതികരണമില്ല. വീണ്ടും വിളിച്ചു, മറിയക്കുട്ടി ഒരു ചായ വേണം. ഒരു പ്രതികരണമില്ല. ഭർത്താവ് എന്ത് ചെയ്തു? വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഡ്രോയിങ് റൂമിൽ നിന്നുകൊണ്ട് വീണ്ടും ഉറക്കെ വിളിച്ചു, മറിയക്കുട്ടി ഒരു കപ്പ് ചായ വേണം. ഒരു പ്രതികരണവും ഇല്ല. അങ്ങനെ അദ്ദേഹം ഇരുന്നപ്പോഴാണ് നേരെ ഡൈനിങ് റൂമിലേക്ക് ഇരുന്നു. ഡൈനിങ് റൂമിൽ നിൽക്കുമ്പോഴും മറിയക്കുട്ടി അടുക്കളയിൽ സ്റ്റൗവിന്റെ മുമ്പിൽ അങ്ങോട്ട് ഇരിക്കുക. അപ്പൊ എന്ത് ചെയ്തു? മറിയക്കുട്ടിയെ നോക്കിക്കൊണ്ട് ഭർത്താവ് അലർന്ന ശബ്ദത്തിൽ വീണ്ടും ഉറക്കെ വിളിച്ചു, മറിയക്കുട്ടി ഒരു കപ്പ് ചായ വേണം. ഒരു പ്രതികരണവും ഇല്ല. ആകെ വിഷമമായി. കാരണം നോക്കി വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഇല്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ചിന്ത മനസ്സിലേക്ക് വന്നത്. എന്ത്, ഇത്രയും നേരം ഉറക്കെയാണ് വിളിച്ചതല്ലേ? ചില ആൾക്കാരുണ്ട്, ഉറക്കെ വിളിച്ച ആൾക്കാർ കേൾക്കൂല. അങ്ങനെ ആൾക്കാരുണ്ട്. അന്ന കാര്യം ശബ്ദം കുറച്ച് വിളിക്കാം. അദ്ദേഹം ചെയ്തു, വളരെ സാവധാനം പൂച്ച നടക്കുന്ന പോലെ അടുക്കളയിലേക്ക് നടന്നു, ഭാര്യയുടെ പിറകെ പോയി നിന്നു. എന്നിട്ടൊരു 3 അടി പുറകോട്ട് വെച്ചു. കാരണം ഡോക്ടർ എന്താ പറഞ്ഞേക്കുന്നത്? എത്ര ദൂരെ എന്ന് സംസാരിച്ചാൽ ഭാര്യയ്ക്ക് ചെവി കേൾക്കാം. ഒരു 3 അടി പുറകോട്ട് വെച്ചിട്ട് ശബ്ദത്തിന്റെ മോഡുലേഷൻ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് വളരെ സാവധാനം നിർത്തി വിളിച്ചു. ഒന്ന് വിളിച്ചു നോക്കിയേ ജോസാറെ. ആളെ മറിയക്കുട്ടി പറഞ്ഞ മറിയക്കുട്ടി.
അത്രയും നീള വേണ്ട, അത്ര ശബ്ദം വേണ്ട. വേണ്ട, പയ്യെ പറഞ്ഞു. ഒരു ചായ വേണമെന്ന് പറഞ്ഞ് തീർന്നില്ല. ഭാര്യ ഞെട്ടിച്ച് ഇയാളുടെ മുഖത്തേക്ക് നോക്കി. ഇയാൾക്ക് രണ്ട് കാര്യം മനസ്സിലായി. എന്താ? ഒന്ന്, ഇവള് 100% പൊട്ടിയാണോ? രണ്ടാമത് ഇയാൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം എന്താ? എന്റെ ഭാര്യയ്ക്കുള്ള ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ശബ്ദം കൂട്ടി വിളിച്ചാൽ ചെവി കേൾക്കുകയില്ല എന്നും ശബ്ദം കുറച്ച് വിളിക്കണം. ഇതാരോടെ പറയണ്ടേ? ഡോക്ടർക്ക് പറയണ്ടേ? അദ്ദേഹം എന്ത് ചെയ്തു? വേഗം അടുക്കളയിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് ഓടുന്നു, അവിടുന്ന് ഡ്രോയിങ് റൂമിലേക്ക് ഓടുന്നു. ഭർത്താവ് മുമ്പേ ഓടുന്നു, ഭാര്യ പുറകെ ഓടുന്നു. ഇദ്ദേഹം ഓടിച്ചെന്ന് കാർ പോർച്ചിന്റെ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ, ഭാര്യ ഓടി വന്ന് ഇയാളുടെ കയ്യിലും കയറി പിടിച്ചു. ഭാര്യ ചോദിച്ചു, അല്ലേലും മനുഷ്യ, നിങ്ങളൊരു 6 പ്രാവശ്യമായല്ലോ ചായ വേണം, ചായ വേണം, ചായ വേണം, ചായ വേണം, ചായ വേണം, ചായ വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പൊ കൊണ്ടുതരാം, ഇപ്പൊ കൊണ്ടുതരാം, ഇപ്പൊ കൊണ്ടുതരാം. കുഴപ്പമാർക്ക? ഇവിടെയാണ് സംഭവിക്കുക. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള പൊസിഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക സ്നേഹമുള്ളവരെ, എന്തുകൊണ്ട് ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമാകുന്നു? എന്തുകൊണ്ട് വിവാഹ മോചനങ്ങൾ ഏറി വരുന്നു? എന്തുകൊണ്ട് സർവൈവിംഗ് കപ്പിൾസിന്റെ എണ്ണം കൂടി വരുന്നു? എന്തുകൊണ്ട് വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ സാന്നിധ്യം ഭാര്യയ്ക്ക് അരോചകമായി മാറുന്നു? എന്തുകൊണ്ട് ഭാര്യയുടെ സാന്നിധ്യം ഭർത്താവിന് അരോചകമായി മാറുന്നു? ഇതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ എല്ലാ മനഃശാസ്ത്രജ്ഞരും, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്ന they have come to a conclusion. എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്ന കൺക്ലൂഷൻ ഇതാണ്. ഒന്നുറക്കെ വായിച്ച ആരെങ്കിലും? ജഗദീപാമി ഒന്ന് വായിച്ചോളൂ. വിവാഹത്തോടെ ഒരു ദാമ്പത്യ ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. താങ്ക് യു മാം, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇത് ഈ ഒരു കാര്യം, ഈ ഒരു സെന്റൻസ് നമ്മൾ നെഞ്ചിലേക്ക് എടുക്കണം പ്രധാനമായിട്ടും. കാര്യം എന്താ? വിവാഹത്തോടെ ഒരു ദാമ്പത്യ ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്റെ ചോദ്യം ഇതാണ്, ആ വിവാഹത്തോടെ എന്നുള്ളത് അതിന് അടിവരി ഇടുക. അണ്ടർലൈൻ ദ വേർഡ്, പ്ലീസ് അനലൈസ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? ആർക്ക് വേണമെങ്കിലും പറയാം. യെസ്. വിവാഹമല്ല പ്രശ്നത്തിന് കാരണം, ഓരോ വ്യക്തിയുടെ പ്രശ്നങ്ങളാണ്. താങ്ക് യു മേരി മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഞാൻ നമ്മൾ സാധാരണഗതിയിൽ മറ്റൊരു സെന്റൻസ്, അടുത്ത ഒരു സെന്റൻസ് ഉണ്ട്, മാരേജ് ഈസ് നോട്ട് എ റിലേഷൻഷിപ്പ് ഓഫ് 2 persons but 2. യെസ്, അതൊന്ന് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കിക്കേ. 2 families. ജഗതി മാം പറഞ്ഞു. താങ്ക് യു. എനിത്തിങ് മോർ? അങ്ങനെ തന്നെയാണെങ്കിൽ ഫാമിലീസ് എന്നാണ് ഉത്തരം വരുന്നെങ്കിലും ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ കുടുംബവും കോടതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുടുംബവും കോടതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മാരേജ് ഈസ് നോട്ട് എ റിലേഷൻഷിപ്പ് ഓഫ് 2 persons but 2 families. കറക്റ്റ്. ഞാൻ വിളിക്കാം സെഷനില്ല. 2 families എന്ന് പറയാം. എന്റെ ചോദ്യം വളരെ സിമ്പിൾ, വീണ്ടും ചോദിക്കുകയാണ്, കുടുംബവും കോടതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറഞ്ഞോളൂ. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന കുടുംബം. കോടതി എന്ന് പറയുമ്പോൾ അവിടെ തെളിവുകൾക്ക് പ്രാധാന്യം, അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. കുടുംബത്തിൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണം യാതൊരു നിർബന്ധവുമില്ല. കൂടുമ്പോൾ ചിലയിടത്ത് ഭൂകമ്പം ഉണ്ടാകാറുണ്ട്. ബോധപൂർവമായിട്ട് പോയാലേ അവിടെ ഇമ്പം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭൂകമ്പം. നമ്മുടെ വിശ്വാസം. യെസ്, താങ്ക് യു മാം, താങ്ക് യു മൈരി മാം. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ കോടതികളിൽ ഞാൻ വേറൊരു ക്ലൂ തരാം. കോടതികളിൽ ഒരു ശരിയും ഒരു ശരിയും ഒരു തെറ്റും നമ്മൾ പോരാട്ടമാ. അതായത് ഉദാഹരണത്തിന്, നീ ബലാത്സംഗം ചെയ്തോ ഇല്ലയോ, നീ കൊലപാതകം നടത്തിയോ ഇല്ലയോ, നീ മോഷണം നടത്തിയോ ഇല്ലയോ, നീ വഞ്ചന നടത്തിയോ ഇല്ലയോ, അല്ലെങ്കിൽ നീ അതായത് ചെക്ക് ബൗൺസ് ചെയ്തോ ഇല്ലയോ, ഒരു ശരിയും ഒരു തെറ്റും. ഭാര്യ ജനിച്ചു വളർന്ന സാഹചര്യമല്ല ഭർത്താവിൻ്റെത്. ഇപ്പൊ ഉദാഹരണം നോക്കുക, ഞാൻ സാധാരണഗതിയിൽ സാറേ ഇത് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ?
ഇത് കാണുന്നുണ്ടോ? ഞാൻ സാധാരണഗതിയിൽ പ്രീ മാരിറ്റൽ കൗൺസിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത്. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? Yes, ഇത് sir. എന്തായിട്ട് ജഗതി മാം ഇത് എന്താ എഴുതിയേക്കുന്നത്? 6 എന്ന് എഴുതിയ ഒരു പേപ്പർ. 6. ജഗതിമാൻ ഇവിടെ നിൽക്കുന്നു വിചാരിക്കുക. ജഗതിമാൻ ഹസ്ബൻഡ് ഇവിടെ നിന്ന് നോക്കുന്നു. അദ്ദേഹം ഹസ്ബൻഡ് എന്തായിട്ട് വായിക്കും? 9. മാം എന്തായിട്ട് വായിക്കും? 9. ഇവിടുന്ന് വായിക്കുമ്പോഴോ? 6. ഇവിടുന്ന് വായിക്കുമ്പോൾ 6 ആയിട്ട് വായിക്കും. ഇവിടുന്ന് വായിക്കുമ്പോഴോ 9. 9. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, രണ്ടുപേരും പറയുന്നത് ശരിയാണ്. രണ്ടുപേരുടെ പെർസെപ്ഷൻ വ്യത്യാസമുണ്ട്, രണ്ടുപേരുടെയും തിങ്കിങ് വ്യത്യാസമുണ്ട്, രണ്ടുപേരുടെയും ഇമോഷണൽ ലെവൽ വ്യത്യാസമുണ്ട്, രണ്ടുപേരുടെയും പെരുമാറ്റങ്ങൾ വ്യത്യാസമുണ്ട്. പെർസെപ്ഷന് അതുപോലെ തിങ്കിങ്, അതായത് രണ്ടുപേരുടെയും പെർസെപ്ഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ദാമ്പത്യ ബന്ധത്തിൽ രണ്ടുപേരും പറയുന്നത് ശരിയാണ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ആ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ഇത് ഔട്ടായി പോയി തോന്നുന്നു. അഷഫ് സാറേ, അതീത് കട്ടായി പോയിട്ടുണ്ട്. ഞാൻ വേറെ ഓപ്പൺ ആക്കി തരാം. ഓക്കെ. അതായത് നമ്മൾ പറയുന്നുണ്ട് ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ, സാധാരണ പറയുന്നുണ്ട് ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറയാറുണ്ട്. അതിന് സമാനമായിട്ടൊരു കോട്ട് ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡിങ് യുവർ പാർട്ട്നേഴ്സ് പേഴ്സണാലിറ്റി ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം ഇൻ മാരേജ്. ദാമ്പത്യ ജീവിതത്തിലെ വിസ്ഡത്തിന്റെ ആരംഭം അണ്ടർസ്റ്റാൻഡിങ് യുവർ പാർട്ട്നേഴ്സ് പേഴ്സണാലിറ്റി ഈസ് ദ ബിഗിനിങ് ഓഫ് ദി വിസ്ഡം ഇൻ മാരേജ്. ഇവിടെ വരുന്ന കാര്യം ഇതാണ്, വാട്ട് ഈസ് പേഴ്സണാലിറ്റി? അതറിയണം. പേഴ്സണാലിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരും ട്രെയിനേഴ്സ് ഒക്കെയാണ്, കൗൺസിലേഴ്സ് ഒക്കെയാണ്, സൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് വാട്ട് ഈസ് പേഴ്സണാലിറ്റി എന്നുള്ള ഡെഫിനേഷൻസ്. പക്ഷെ നമ്മൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുകയാണ്. നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പലതും നമ്മൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചകൾ കിട്ടുന്നു. റീവിസിറ്റ് ചെയ്യുമ്പോൾ കൂടുതലായ ചില ബോധ്യങ്ങൾ കിട്ടും. ഓക്കെ, ഞാൻ അതൊന്ന് സ്ലൈഡ് ഒന്ന് വന്നോട്ടെ, ഒരു സെക്കൻഡ് വന്നോട്ടെ. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണോ സാർ ഉദ്ദേശിച്ചത്? പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അല്ല. വാട്ട് ഈസ് പേഴ്സണാലിറ്റി? ജഗതി മാം, എന്താ പേഴ്സണാലിറ്റി? വാട്ട് യു മീൻ ബൈ പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചു. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഒക്കെ വ്യത്യാസമുണ്ട്. ടൂൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന MBTI ഉൾപ്പെടെയുള്ള ടൂൾസ് ഒക്കെ ഉണ്ട്. അത് ട്രൈറ്റ്സ് മനസ്സിലാക്കാനാണ്. പക്ഷെ വാട്ട് ഈസ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. പണ്ട് മ്യൂട്ടാ ജഗതിമ, മ്യൂട്ടാണ്. പണ്ടൊക്കെ പേഴ്സണാലിറ്റി പറഞ്ഞാൽ വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ആയി. പണ്ട് അങ്ങനെയാ പറയാ. That is external. Thank you very much. That is external. Okay, that is external. ഇപ്പൊ ഞാൻ എൻ്റെ ആ സ്ലൈഡിൽ ഞാൻ മനസ്സിന് പറയാം. ഞാൻ സ്ലൈഡ് വന്ന പേഴ്സണാലിറ്റി ഈസ് ദ dynamic organization within the individuals of those psychosocial elements that determines his unique perception of the environment. അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ആ സ്ലൈഡിൽ വരുന്നതാണ്. സ്ലൈഡ് ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഹലോ സാർ, ഒരു വ്യക്തി എന്താണോ ചിന്തിക്കുന്നു, പെരുമാറുന്നു, അതൊക്കെ ഒരു പേഴ്സണാലിറ്റി അല്ലേ? ചിന്തകൾ വരുന്നുണ്ട്, വികാരങ്ങൾ വരുന്നുണ്ട്, പെരുമാറ്റം. പക്ഷെ അതിന് പ്രത്യേകത എന്നറിയാമോ? രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന് യുണീക്കാണ്. ഏറ്റവും ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ആ വാക്ക് യുണീക്ക് എന്നുള്ള വാക്കുണ്ട്. അതിൽ എംഫസിസ് കൊടുക്കണം, ഊന്നൽ കൊടുക്കണം. അപ്പൊ സാറിന്റെ ചിന്തകളും മറ്റു ചിന്തകളും വ്യത്യസ്തമാണ്, യുണീക്കാ. അത് രണ്ടാമത് ഇറ്റ് ഈസ് ഡൈനാമിക്, ഫിക്സഡ് അല്ല. ഇറ്റ് ഈസ് ചലനാത്മകമായ, ദാറ്റ് ഈസ് അഡാപ്റ്റബിളാ. രണ്ട് വാക്കുകൾ ഞാൻ ഊന്നൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡെഫിനേഷനിൽ. ഒന്ന് യുണീക്ക്, എന്താ? അനന്യത.
ഞാൻ സാധാരണ ഈ സെഷൻസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, പറയുന്ന ഒരു കോട്ട് ഉണ്ട്, നിങ്ങൾ എനിക്ക് അറിയാവുന്ന കൂട്ട് തന്നെയാണ്, ഐ ആം സുപ്പീരിയർ ടു നൺ. ഒരു ഡെഫിനിഷൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് ടോട്ടൽ ഇത് ശരിയായില്ല. ഒരു വ്യക്തി ചിന്തിക്കുന്നതും ഒരുവന്റെ പ്രത്യേകമായ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംയോഗം. അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ടല്ലോ, ഒത്തിരി ഡെഫിനേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഞാൻ ഇപ്പൊ സ്ലൈഡ് കാണിക്കാം, ജസ്റ്റ് പക്ഷെ സം ടോട്ടൽ വിച്ച് യൂണീക്നെസ് വരുന്നുണ്ട്. യൂണീക്നെസ്സിലാണ് ഇത് കൊടുക്കുന്നത്, യൂണീക്നെസ് പ്ലസ് ഡൈനാമിക്. ചിന്തകള് വരും, വികാരങ്ങൾ വരും, പെരുമാറ്റങ്ങൾ വരും. ബിഹേവിയർ ആൻഡ് തോട്ട്സ് ഓഫ് എ യൂണിക് പേഴ്സൺ, പേഴ്സണാലിറ്റി. ഇറ്റ് ഈസ് ഡൈനാമിക് ഓൾസോ. അതാണ് പ്രത്യേകം. ഇത് ഫിക്സഡ് അല്ല, അഡാപ്റ്റബിളാ, ഡൈനാമിക്, ചലനാത്മകത ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് ചിന്തകള്, വികാരങ്ങള്, പെരുമാറ്റങ്ങളൊക്കെ വരും, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് യുണീക്ക്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് അഡാപ്റ്റബിൾ. അപ്പൊ യൂണീക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. ഐ ആം സുപ്പീരിയർ ടു നൺ, സാധാരണ പറയുന്ന കോട്ട, നിങ്ങൾക്ക് അറിയാവുന്ന കോട്ട് തന്നെയാണ്. ഐ ആം സുപ്പീരിയർ ടു നൺ, ഐ ആം ഇൻഫീരിയർ ടു നൺ, ഐ ആം ഈക്വൽ ടു നൺ, ഐ ആം സ്പെഷ്യൽ, ഐ ആം യുണീക്ക്. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പിള്ളേരോട് പറയാറുണ്ട്, വ്യത്യസ്തനാമൊരു ബാർബരാം ബാലനെ. അറിയാം, അത് തന്നെ. അപ്പൊ ഞാൻ വെറുതെ തമാശയായിട്ട് പറയാറുണ്ട്, ഈ വ്യത്യസ്തനായ ബാർബരാം ബാലൻ ഇന്ന് ഇപ്പൊ IT കമ്പനിയിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലെ. CTS ഉണ്ട്, TCS ഉണ്ട്, അങ്ങനെ ഒത്തിരി. പണ്ട് ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഏത് IT കമ്പനിയാ? അപ്പൊ അവര് ഓപ്ഷൻ ചോദിക്കുക, പൂട്ടിപ്പോയ IT കമ്പനിയാ, ഹൈദരാബാദ്, ഏതാ? പാഠ്യത്തിന് ഉത്തരവുണ്ട്, വ്യത്യസ്തനാം ഒരു ബാർബരാം ബാലനെ. സത്യത്തിൽ ആരും കണ്ടോ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കാര്യങ്ങൾ കൊഴിപ്പിക്കുക അവിടെ പ്രധാനമായിട്ടും. ഓക്കെ, അപ്പൊ ആ ഓരോ ശ്രദ്ധിക്കാൻ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതാണ്. നിങ്ങളെ പോലെ ഒരു വ്യക്തി, മറ്റൊരു വ്യക്തി ഇവിടെ ഇല്ല. നിങ്ങളുടെ ജീവിത പങ്കാളി വ്യത്യസ്തനാണ്, വ്യത്യസ്തയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പെരുമാറുണ്ടാവില്ല. ഇനി നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ സാധാരണഗതിയിൽ ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൽ നമ്മൾ വരുന്നുണ്ട്, നമ്മൾ പറയുന്നതുണ്ട്, നിങ്ങൾ ഏറ്റവും ഒരു ആക്ടിവിറ്റി കൊടുക്കാറുണ്ട് അവർക്ക്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പേഴ്സണാലിറ്റി യുണീക്ക് ആണെന്നൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും ഒരു ആക്ടിവിറ്റി കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ ആക്ടിവിറ്റി നിങ്ങൾക്കും തരിക, ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. ആക്ടിവിറ്റി ഇതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 3 വ്യക്തികളുടെ പേര് എഴുതുക ചാറ്റ് ബോക്സിൽ. ഇനി വേണ്ട പറഞ്ഞാലും കുഴപ്പമില്ല, ചാറ്റ് ബോക്സിൽ ഇട്ടോ. 1 2 3. ഞാൻ is myself. ജഗദീമ, അത് തന്നെയാണല്ലോ സാറ് അൾട്ടിമേറ്റ് ആയിട്ട്. മൈ മദർ, ഡാഡ്. ഇവിടെ ഈ ഡാഡ്, മമ്മ ഒക്കെ വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രീമാരിറ്റൽ കോഴ്സിൽ ഒരൊറ്റ ആള് പോലും സ്വന്തം പേര് പറയാറില്ല. അവർ പറയും ഫിയാൻസെ, പപ്പ, മമ്മി, പപ്പ, മമ്മി, ഫിയാൻസെ. അങ്ങനെ ആ പാറ്റേണിൽ പോകാറുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെൽഫ് ലവ് വളരെ, സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് എസ്റ്റീം, ഇതെല്ലാം പരസ്പര ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഒട്ടനവധിയായിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് പറയേണ്ടി വരും. ഒട്ടനവധിയായിട്ട് സ്റ്റോറീസ് പറയേണ്ടി വരും. കാരണം സെൽഫ് ലവ് ഇല്ലാത്ത വ്യക്തികൾ, സെൽഫ് ലവ് ഉള്ളവർ ഇതൊക്കെ എങ്ങനെ പെരുമാറുന്നു, ജീവിതത്തിൽ എങ്ങനെ വിജയിക്കുന്ന ഒട്ടനവധി. ഞാൻ ജസ്റ്റ് നിങ്ങളിലേക്ക് വരാം. അതായത് ഒരു സെക്കൻഡ്, ഞാൻ സാധാരണ കൊടുക്കാറുള്ള കാര്യം നിങ്ങളെ വീണ്ടും പറയുകയാണ്. ജസ്റ്റ് നോക്കൂ, ഐ ഗിവ് എ ക്ലൂ, ഐഡന്റിഫൈ ദ പേഴ്സൺ. ചെറിയൊരു അശ്വമേധം ടൈപ്പിലാണ് നമ്മൾ മെത്തഡോളജി ഒന്ന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ആർ യു റെഡി? റെഡി ആണെങ്കിൽ യെസ് എന്ന് പറയുക, ടൈപ്പ് ചെയ്യുക. Are you ready? Yes. Yes, sir. Yes, sir. Okay. Yes, thank you so much. Personality ഒന്ന് പോരെ. നമ്മളെ ഡെഫിനിഷൻ. Understanding your partner's personality is the beginning of his personality is a dynamic organization within the individual of those psychosocial systems that determines his unique adjustment to his environment. അവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് ഇതുള്ളൂ. ഒന്ന്, ഡൈനാമിക്, ചലനാത്മകമാണ്, അഡാപ്റ്റബിളാ, ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക് അല്ല.
കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. വിവാഹത്തിന് ശേഷം പുതിയ ജീവിത സാഹചര്യമാണ്, ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. ദാറ്റ് ഈസ് ഡൈനാമിക്. പിന്നെ ആ യുണീക്നെസ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ജീവിത വിജയത്തിന്, അത് ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, ജീവിതത്തിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ യുണീക്നെസ് ഓരോ വ്യക്തി അക്സെപ്റ്റ്. അവിടെയാണ് സെൽഫ് ലവ് പ്രധാനപ്പെട്ടതാണ്. അവിടെ ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഓക്കെ, ഞാൻ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു, ഞാനൊരു ക്ലൂ തരാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ, ഞാൻ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, അതായത് സെൽഫ് ലവ് ഉള്ളവര്, സെൽഫ് ലവ് ഇല്ലാത്ത വ്യക്തികളെ. അപ്പൊ ഞാൻ വീണ്ടും ആ ഒരു ഇതിൽ പറയാം. ഓക്കെ, എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ എസ് ടൈപ്പ് ചെയ്ത് ഒന്ന് വെറുതെ എസ്. അറിയൂ, റെഡി? അങ്ങനെയാണെങ്കിൽ ഒരു ക്ലൂ തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ക്ലാസ്സിൽ എടുത്തോണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇവിടെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, താങ്ക് യു ജഗദീമ. അത് 2009 മരണം. ഐഡന്റിഫൈ ദ പേഴ്സൺ. സാറേ, വെൽക്കം. 2009 ഐഡന്റിഫൈ, ചെറിയൊരു അശ്വമേധം കളിയാ, ഞാൻ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. 2009 മരണം. ഐഡന്റിഫൈ ദ പേഴ്സൺ. സെക്കൻഡ് ക്ലൂ, വയസ്സ് 50. അടുത്ത ക്ലൂ വേണോ? തരാം. അടുത്ത ക്ലൂ, സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. നാലാമത്തെ ക്ലൂ, 2009 മരണം. കോഫി ഡേ ആണ്. നോക്കാം, ക്ലൂ തന്നോണ്ടേ ഇരിക്കാം. 2009 മരണം, വയസ്സ് 50, ഇന്ത്യക്കാരൻ ആയിരുന്നില്ല. മൈക്കിൾ ജാക്സൺ ആണോ നോക്കാം. സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത 5ാമത്തെ ക്ലൂ, അദ്ദേഹം ബ്ലാക്ക് ആയിരുന്നു. 6ാമത്തെ ക്ലൂ നിങ്ങൾ എല്ലാവരും ചാടി ഉത്തരം പറയാൻ പോവാണ്. 2009 ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ സമയത്ത് ആ വ്യക്തിക്ക് ലോകമെമ്പാടും 300 കോടി ആരാധകരുള്ള വ്യക്തിയായിരുന്നു. പറഞ്ഞ ഉത്തരം താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന് സെൽഫ് ലവ് ഉണ്ടായിരുന്നോ? ഇല്ല. സെൽഫ് ലവ്, സ്വന്തം മുഖം. എപ്പോഴും തന്റെ സൗന്ദര്യത്തെ കുറിച്ചും ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് ബ്യൂട്ടീഷ്യന്മാരുടെ ഒരു ശൃംഖല തന്നെ അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. ഡോക്ടർമാര് എല്ലാം സഞ്ചരിക്കുന്ന ബ്യൂട്ടി ഷോപ്പായിരുന്നു അതിന്റെ കൂടെ. ഒത്തിരി പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുള്ള ആളാണ്. അതെ, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു ജോസ് സർ. അതിന്റെ പിറകിലുള്ള കാരണം, അവിടെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, മാരേജ് ഈസ് നോട്ട് എ റിലേഷൻഷിപ്പ് ഓഫ് 2 persons but 2 personalities. അതായത് അമ്മയുടെ ഗർഭാശയം മുതൽ നാളിതുവരെ, അതായത് ആദ്യത്തെ 14 വർഷം ഒരു വ്യക്തിക്കുണ്ടായ അനുഭവങ്ങൾ ആ വ്യക്തിയുടെ ദാമ്പത്യ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മൈക്കിൾ ജാക്സന്റെ കേസിൽ ഇവൻ ദാമ്പത്യ ജീവിതം മാത്രമല്ല, ഇവൻ ലൈഫ് ഫുൾ സ്റ്റഫ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ വെറുതെ സ്വന്തം മുഖത്തെയാ. അതിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരിക്കൽ പോലും കണ്ണാടിയിൽ നോക്കിയിരുന്നില്ല. നിറം കറുപ്പായതുകൊണ്ടാണോ? അല്ല. നിറം കറുപ്പാണ് പ്രശ്നമെങ്കിൽ ഞാൻ മറ്റൊരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങളുടെ മുമ്പിൽ. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം 2 തീയതികൾ നമുക്കറിയാവും. 4 years 2 തീയതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജാൻ 20, നവംബർ 4, നവംബർ 5. ആർക്ക് വേണ്ടി പറയാം? പ്രസിഡന്റ് ഇലക്ഷനും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. യു ആർ എ ഹിസ്റ്ററി ടീച്ചർ ആയതുകൊണ്ട് യു റിമെമ്പർ. 1960കളിൽ അന്നത്തെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്കൂൾ സന്ദർശിക്കാൻ വന്നു. അത് വെള്ളക്കാരുടെ കറുത്തവർക്കാർ ഹയർ സെക്കൻഡറി പറയാം 1960കളില് ജസ്റ്റ് ഒരു സ്കൂൾ സന്ദർശിക്കാൻ വന്നു. യെസ്, ഞാൻ ക്ലൂ തരാം. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വന്നു. അപ്പൊ സാധാരണ നമുക്കറിയാം, VVIP സ്കൂളിലേക്ക് വരും, പല ചോദ്യങ്ങൾ ചോദിക്കും. മൈ ഡിയർ സ്റ്റുഡൻസ്, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ ലൈഫ് ചോദിച്ചു. നമ്മുടെ APJ അബ്ദുൽ കലാമിനെ പോലെ അവർ അത്രയും. അപ്പൊ ചില പിള്ളേർ പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം എൻ എഞ്ചിനീയർ, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, ഐ വാണ്ട് ടു ബിക്കം ലൈക്ക് ദാറ്റ്. വൺ ബ്ലാക്ക് ബോയ്, മുൻവശത്തിരുന്ന ബ്ലാക്ക് ബോയ് ഇപ്രകാരം മറുപടി പറഞ്ഞു, മിസ്റ്റർ പ്രസിഡന്റ്, ഐ വാണ്ട് ടു ഓക്യുപൈ ദ ചെയർ ഇൻ വിച്ച് യു ആർ ഓക്യുപൈങ് നൗ. ആരായിരുന്നു വ്യക്തി? 2 പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ആയി. Twice he became president. Obama. Thank you. And ശ്രദ്ധിക്കുക, when he stood for the election for the first time, people started asking, Obama, you are black. Is it possible
ബാക്ക് ബിക്കമിങ് ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക കൊടുത്ത ഒരു മറുപടി ഉഗ്രനാ. യെസ് ഐ ക്യാൻ. ഒടുക്കത്തെ ആത്മവിശ്വാസം, ഒടുക്കത്തെ ഒപ്റ്റിമിസം. ഇത് ആർക്കില്ലായിരുന്നു? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ എറിക് ബേണിന്റെ തിയറി ആദ്യം പറഞ്ഞു, ചിൽഡ്രൻ അപ് ടു 7 years they accept things without filtering. ഈ മൈക്കിൾ ജാക്സനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ സാധാരണഗതി കണ്ണാടി കണ്ടാൽ പല പോസിൽ അങ്ങ് നിൽക്കും. ഈ വാസ് എ പെർഫോമർ ആയിരുന്നു അല്ലേ. കണ്ണാടി കണ്ടാൽ പല പോസിൽ അങ്ങ് നിൽക്കും. ഇത് കാണുമ്പോൾ അപ്പനും ചൊറിഞ്ഞു കയറും. അപ്പം പറയും, കണ്ടില്ലടാ നിന്നെ കാണാൻ എന്തിനും ഉള്ള, യു ആർ നോട്ട് ഹാൻസം, യു ആർ ഹാവിങ് അഗ്ലി ഫേസ്. കൂടെ കൂടെ പറയും. ഇത് മാരകമായ വാക്കുകളായിരുന്നു. അതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്വന്തം മുഖത്തെയാ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഈ അടുത്ത കാലത്ത് നോക്കുക, അടുത്ത കാലത്ത് ക്രിക്കറ്റ് കളി കാണുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. കഴിഞ്ഞ മെയ് മാസത്തില് രാജസ്ഥാൻ 5-6 മാസം മുമ്പ് ക്രിക്കറ്റിൽ വിസ്മയം തീർത്ത 15 വയസ്സുകാരന് ഫൈനുണ്ട്. അറിയാവുന്നവർ അൺമ്യൂട്ട് ചെയ്ത് പറയുക. IPL ക്രിക്കറ്റ് 2.5 കോടി രൂപയ്ക്കാണ് ആ 15 വയസ്സുകാരനെ ലേലം ചെയ്ത്. നമ്മളെ ലേലം ചെയ്താൽ 2.5 രൂപ പോലും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇത് 2.5 കോടി രൂപയാ. ആ വ്യക്തിയുടെ പേരെന്ന് പറയുക. മലയാളിയാണോ സാറേ? മലയാളിയല്ല, ഫ്രം ബീഹാർ. കേസ് വന്നിരിക്കുക വൈഭവ സൂര്യവംശി. താങ്ക് യു. സതീഷ് സാർ ആണോ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ചോദിച്ചു, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് TV ഒക്കെ തല്ലിപ്പൊളിച്ചു. 6 അടിച്ചാന്നേ TV. അപ്പം പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട. നമ്മളാണെങ്കിൽ എന്ത് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ TV 4ാം ക്ലാസ്സുകാരൻ 6 അടിച്ച് തല്ലിപ്പൊളിച്ചാൽ ഇതല്ല പരീക്ഷ സാറേ. പിന്നെ ആ കുടുംബത്തിൽ എന്താവും? ഇമ്പമാണ് ഭൂകമ്പമാണ്, തീർന്നു അല്ലേ. ഇത് അപ്പം പറയും, മോനെ നീ പേടിക്കണ്ട, TV ഞാൻ അച്ഛൻ വാങ്ങിച്ചോളാം, നീ നിങ്ങൾക്ക് കളിക്കാൻ സ്ഥലം ഉണ്ടാക്കി തരാം, നീ കളിച്ചോ. വെളുപ്പിന് 3 മണി മുതൽ കളിക്കാൻ തുടങ്ങി. കളിച്ച് 14-15 വയസ്സപ്പോഴാണ്, 15 വയസ്സ് ആയ സമയത്താണ് രാജസ്ഥാൻ IPL 2.5 കോടി രൂപയ്ക്ക് ലേലം ചെയ്തത്. ഇത് തന്നെ സച്ചിന്റെ ക്രിക്കറ്റ് ജീവിതത്തിലുണ്ട്. സച്ചിന്റെ ആത്മകഥ വായിച്ചിട്ടുള്ളവര്, ആത്മകഥ നിങ്ങളെല്ലാം കൗൺസിലേഴ്സ് എല്ലാം വായിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നവർ ആ ആത്മകഥയുടെ പേരെന്ന് പറയുക. അതില്ല പ്ലേയിങ് ഇൻ മൈ ഓൺ വേ. അതിൽ അദ്ദേഹം പറയുന്ന അനുഭവം ഉണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ സച്ചിന്റെ മാതാപിതാക്കൾ സാധാരണക്കാരായിരുന്നു. അവര് രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു. അപ്പൊ സച്ചിൻ പറയുന്ന കാര്യം ഇതാണ്, അവര് രാവിലെ ജോലിക്ക് പോകുമ്പോൾ എന്നെ കഞ്ചാക്കി പോകുന്നു, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ. അപ്പൊ വീട്ടിലെ ഒറ്റയ്ക്ക, ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക. വൈകുന്നേരം ഇവർ തിരിച്ചു വരുന്ന പലപ്പോഴും ആശങ്കയോടെയാണ്. പല ശനിയാഴ്ച ദിവസങ്ങളിലും അവര് വൈകുന്നേരം വരുമ്പോൾ എന്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ കുറെ അധികം ആൾക്കാരുണ്ടാകും. എന്തായിരിക്കും കാരണം? നിങ്ങളുടെ മകൻ ഇന്ന് 6 അടിച്ചു എന്ന് പറയാനാണോ? അല്ല, പിന്നെ എന്തായിരിക്കാം കാരണം? കണ്ണാടി പൊട്ടിന്റെ കാശ് വാങ്ങിക്കാനാ. എന്നിട്ട് അന്ന് ഈ കിട്ടുന്ന തുച്ഛമായ കാശാ. ഡെയിലി വേജസ് ജോലി ചെയ്യുന്ന പേരൻസിനാ 10, 300, 500, അന്നത്തെ കാലത്ത് 500, 600 രൂപ രണ്ടുപേർക്കും കിട്ടുന്നത്. ആ പൈസ, അതിന്റെ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. അന്ന് ആ അനുഭവം ഉണ്ടാകുമ്പോൾ സ്വന്തം പിതാവ് സച്ചിനെ ചേർത്ത് നിർത്തി പറയുമായിരുന്നു, ഏത് മോനെ സച്ചിൻ, നീ നല്ല കളിക്കാരനാകുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം നല്ല മനുഷ്യനാകുക. അതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം ഇതാണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതായത് വിവാഹത്തോടെ ഒരു ദാമ്പത്യ ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ, വിവാഹ ദിവസം നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായിട്ട് പുതിയ മനോഭാവത്തോടെ നിങ്ങൾ 2 കൂട്ടരും പ്രവേശിക്കുമ്പോൾ പഴയ കുറെ സാധനങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പഴയ സാധനം എന്താ? നിങ്ങളുടെ വിവാഹത്തോടെ നിങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ടോ? ഇല്ല. മനോഭാവങ്ങൾ മാറുന്നുണ്ടോ? ഇല്ല. ശീലങ്ങൾ മാറുന്നുണ്ടോ? ഹാബിറ്റ്സ് ശീലങ്ങളൊന്നും പഠിത്തം മാറില്ല. അത് എല്ലാവർക്കും അറിയാം. എസ് മാറ്റിയാലും പിന്നെ ഹാബിറ്റ് ഉണ്ടാവും, പിന്നെ ഇട്ടെങ്കിലും ഉണ്ടാവും, അവസാനം എച്ച് മാറ്റി, അങ്ങനെ നമുക്കറിയാം. ശീലങ്ങളൊന്നും മാറില്ല. അപ്പൊ അതിൻ്റെയൊക്കെ ആകെ തുകയെന്ന് വിശേഷിപ്പിക്കാവുന്ന കാണാൻ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. വ്യക്തിത്വം ഞാൻ ഈ കുറച്ച് നാൾ മുമ്പേ ഒരു കൗൺസിലിംഗ് കേസാണ്, ഞാനത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, സാമ്പത്തികമായി ബിസിനസ്സുകാരനാണ്. ഭാര്യയുമായിട്ട് 5 വർഷക്കാലം ഇങ്ങനെ സർവൈവിങ് കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ട് പിണങ്ങി താമസിക്കുന്ന, മിണ്ടാട്ടമില്ല. 2 മക്കളാണ്. വന്ന് പറഞ്ഞു, എനിക്ക് മക്കളുടെ കാര്യം ഓർത്ത് എനിക്ക് വിവാഹമോചനം വേണ്ട, പക്ഷെ അവരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല സാർ. വിവാഹമോചനം വേണ്ട, മക്കളുടെ കാര്യം, മക്കൾക്ക് അമ്മ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് മാത്രം. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഭാര്യയിൽ നിന്നും എനിക്ക് ഒരു പ്രോത്സാഹനവും അംഗീകാരവും കിട്ടാറില്ല. എപ്പോഴും വിമർശിക്കുന്ന ഭാര്യ.
5 വർഷം മുമ്പ് ഞാൻ അത്യാവശ്യമായിട്ട് മുംബൈയിലേക്ക് പോകണം, പെട്ടെന്ന് ബിസിനസ് സംബന്ധമായിട്ട് പോകണം. ഞാൻ അവൾ പറഞ്ഞു, ഞാൻ ഇറങ്ങും, എനിക്ക് നാളെ രാവിലെ എനിക്ക് പോകണം കേട്ടോ, ഫ്ലൈറ്റിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലാക്കാത്ത ഭാര്യ പറഞ്ഞു, നിങ്ങൾ എവിടെ വേണേലും പോയി തൊലയ. അപ്പൊ പറഞ്ഞു, ഞാൻ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വന്നില്ലേ, ഉടനെ അവളുടെ വാക്ക് ഇതാ, നിങ്ങൾ വന്നില്ലേലും കുഴപ്പമില്ല, എനിക്കെന്താ, നിങ്ങൾ വന്നില്ലേലും കുഴപ്പമില്ല. പരുഷമായ വാക്കുകൾ. അപ്പൊ പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 14 വർഷമായിട്ട് എന്ന് ഒരിക്കലും പ്രോത്സാഹജനകമായ വാക്കുകളോ കിട്ടില്ല. അപ്പൊ ഈ ബന്ധം ഞാൻ ഇന്നുകൊണ്ട് പോകുന്നു. അപ്പൊ അവര് വന്ന് നമുക്ക്, കാരണം ബന്ധങ്ങൾ നമ്മൾ എങ്ങനെയും ഇവരെ ഒന്ന് കൗൺസിലിങ്ങിന് വിട്ടു കഴിഞ്ഞപ്പോൾ ആണ് ഇവർ രണ്ടുപേരുടെയും കുടുംബ ചരിത്രം വ്യത്യാസമുണ്ട്. ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുള്ള കുടുംബമാണ്. വഴക്കുണ്ടായ കുടുംബത്തില്, കാരണം പലപ്പോഴും അച്ഛനും അമ്മയും സെപ്പറേറ്റ് താമസിക്കുന്നു. മക്കൾക്ക് ചില സമയത്ത് മക്കളെ ബലമായിട്ട് അപ്പൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, അമ്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അങ്ങനെ സാഹചര്യം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് തോന്നി, എന്റെ മക്കൾക്ക് അമ്മ ഉണ്ടാകാതിരിക്കാൻ പോയി, അമ്മ വേണം. അതുകൊണ്ടാണ് വിവാഹമോചനം അദ്ദേഹം താല്പര്യമില്ലാത്തത്. അങ്ങനെ വന്ന് ഈ സ്ത്രീയുമായി സംസാരിച്ചു കഴിഞ്ഞ പ്രശ്നം എന്താ, ഇവളുടെ വീട്ടില്, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഇവളുടെ അമ്മ ഇപ്പോഴും അപ്പനെ വിമർശിക്കുന്നവൻ, എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നു. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്ത് പറഞ്ഞാൽ കുറ്റങ്ങൾ മാത്രം പറയുക, ഒരിക്കലും നന്മ പറയുക. ഇത് കേട്ട് വളർന്ന ഭാര്യ, ഈ ഭാര്യയാണ് പിന്നീട് ഇത് ആവർത്തിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, പേരൻസ് വിൽ പ്ലേ ആൻഡ് ചിൽഡ്രൻ വിൽ റീപ്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അമ്മയുടെ ഗർഭാശയം മുതൽ ആദ്യത്തെ, കാരണം നമ്മുടെ ജീവിത പങ്കാളി, അതായത് ലഭിക്കേണ്ട സ്നേഹം ലഭിക്കേണ്ട വ്യക്തികളിൽ നിന്നും ലഭിക്കേണ്ട സമയത്ത് ലഭിക്കുകയാണെങ്കിൽ അത് പേരന്റൽ ഗിഫ്റ്റ് ആണ്. നേരെ മറിച്ച് ലഭിക്കേണ്ട സ്നേഹം ലഭിക്കേണ്ട വ്യക്തികളിൽ നിന്നും, കെയർ ഗീവേഴ്സ് ആയിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ, ലഭിക്കാതെ പോയാൽ അത് മുറിവുകളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പേരന്റൽ ഗിഫ്റ്റും ഉണ്ട്, പേരന്റൽ ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വിവാഹത്തിന് മുമ്പുണ്ടായ അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഇനി നമ്മൾ അടുത്ത സ്ലൈഡിൽ പോവാണ്. അടുത്ത സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി. അടുത്ത സ്ലൈഡ് അഷറഫ് സാറേ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 1P = 3P. ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 1P = അറിയാവുന്ന കാര്യങ്ങളാണ്. ദ പേഴ്സൺ ഹൂം അതേഴ്സ് തിങ്ക് വാട്ട് യു ആർ. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു. ദ പേഴ്സൺ ഹൂം യു തിങ്ക് വാട്ട് യു ആർ. നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു. ഒന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് ചിന്തിക്കുന്നു, ഞാൻ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, പിന്നെ ഞാൻ ആക്ച്വലി എന്താണ്. അതായത് അതാ പറയുന്നത് 1 പേഴ്സണാലിറ്റി = 3 പേഴ്സണാലിറ്റി. ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ നമ്മെ കുറിച്ച് ചിന്തിക്കുന്ന അല്ല യഥാർത്ഥ വ്യക്തിത്വം വേറെ എന്തോ ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കിക്കോ. യെസ്, അടുത്ത സ്ലൈഡ്. യെസ്, ഹെൽത്തി പേഴ്സണാലിറ്റി ഡൈനാമിക്സിന് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. 5 കാര്യങ്ങൾ വേണം. 5 കാര്യങ്ങൾ. 1, സെൽഫ് അവയർനെസ്. 2, ഇമോഷണൽ ഇന്റലിജൻസ്. 3, അഡാപ്റ്റബിലിറ്റി. 4, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. 5, മ്യൂച്വൽ അക്സെപ്റ്റൻസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഞാൻ ഈ വിവാഹിതരാകാൻ പ്രീമാരിറ്റൽ കോഴ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹം എന്ന് പറയുന്നത് സ്നേഹിക്കുവാനുള്ള വിളിയാണ്, അല്ലേ? ആണല്ലോ. ഈ സ്നേഹിക്കുവാനുള്ള വിളിയാണെങ്കിൽ ഈ സ്നേഹിക്കുവാൻ നിനക്ക് എന്ത് കഴിവുണ്ട്, നിന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന. ഞാൻ പറയാറുള്ള ഉദാഹരണം ഇതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് അവരൊക്കെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. 5-6 വർഷങ്ങളായിട്ട് അവർ ചോദിക്കാറുണ്ട്, നിങ്ങളിപ്പോൾ അടുത്ത ഒരു IT കമ്പനി നിങ്ങളെ വിളിക്കുന്നു. കാരണം ഇപ്പോഴും അങ്ങനെയാണല്ലോ, 1 വർഷം 3 വർഷമൊക്കെ ജോലി ചെയ്യുന്നു, അടുത്ത ജമ്പിങ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ഓഫർ കിട്ടുന്നു, അതായത് ഇപ്പോഴത്തെ ഇരട്ടി ഓഫറാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഇന്റർവ്യൂവിന് ഫേസ് ഹു ആർ യു എന്നോ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്, 44 നദികളുണ്ട് എന്നാ പറയുന്നല്ല, ഞാൻ ബിടെക് കഴിഞ്ഞ അല്ലെങ്കിൽ ഞാൻ MTech കഴിഞ്ഞ അവിടെ നിന്നാണ്, ഇനി ഞാൻ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നല്ലേ പറയുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു, അല്ലേ? അതേപോലെ അങ്ങനെയാണെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് സ്നേഹിക്കുവാനുള്ള വിളിയാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ കണ്ടു, വിവാഹം സ്നേഹിക്കുവാനുള്ള വിളിയാണെങ്കിൽ ഒരു ചോദ്യം, ഹു ആം ഐ? എല്ലാവരും ഒന്ന് എഴുതിക്കേ, ഹു ആം ഐ? അതിന് നിങ്ങൾ രണ്ട് വാക്കുകളെങ്കിലും പറയണം, അല്ലെങ്കിൽ എഴുതാൻ ശ്രമിക്കുക. ഹു ആം ഐ?
എഴുതുമ്പോൾ പറയരുത് ഐ ആം ജഗതി മാം ഹെയിലിംഗ് ഫ്രം പാലക്കാട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. സ്നേഹിക്കുവാനുള്ള വിളി, സ്നേഹിക്കുവാനുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തു ക്വാളിറ്റീസ് ഉണ്ടെന്ന് നിങ്ങളെ തന്നെ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? മേരിമ, ചോദ്യം മനസ്സിലായല്ലോ അല്ലെ? I am a sweet wife. Okay, good. Yes, then. Thank you. Then. ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ, നിങ്ങളിലുള്ള പോസിറ്റീവ് ക്വാളിറ്റീസ് കൊണ്ടുവരിക. ഐ ആം എ കൈൻഡ് ലിസണർ. ഗുഡ്. ലിസണിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ സെൽഫ് അവയർനെസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെൽഫ് അവയർനെസ്, നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്ത ഒരു സ്ലൈഡ് നോക്കിയാൽ, അടുത്ത സ്ലൈഡ്, നമ്മുടെ സെൽഫ് ഇമേജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത സ്ലൈഡ്. ഈ അടുത്ത സ്ലൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ സെൽഫ് ലവ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഗുരുക്കന്മാരും പറയുന്നു നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റില്ല. സിമ്പിളാ. എല്ലാ ഗുരുക്കന്മാരും പറയുന്നുണ്ട് അയൽക്കാരനെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കാന്ന് പറഞ്ഞേക്കുന്നത്? തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. സെൽഫ് ഇമേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് 4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സെൽഫ് ഇമേജ്, അതായത് സെൽഫ്, ഞാൻ പറയും യുണീക്നെസ്, 4 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന് ഫിസിക്കൽ അപ്പിയറൻസ്, 2 പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, 3 പേഴ്സണൽ ഹിസ്റ്ററി, 4 സോഷ്യൽ റോൾസ്. 4 കാര്യങ്ങളാണ്. ഒന്ന് ഏതാ? ഫിസിക്കൽ അപ്പിയറൻസ്. വീണ്ടും ഞാൻ പലപ്പോഴും ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ അവർക്കൊരു ആക്ടിവിറ്റി കൊടുക്കാറുണ്ട്. ഈ കുഞ്ഞുണ്ണി മാഷയുടെ കവിതയിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാറുണ്ട്. പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണട വെച്ചാൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? കുഞ്ഞുണ്ണി മാഷയുടെ കവിതയിലുള്ള പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണട വെച്ചാൽ മാത്രം പോരാ, പിന്നെ എന്ത് നോക്കണം? ആർക്കു വേണേലും പറയാം. കുഞ്ഞുണ്ണി മാഷയുടെ കവിതയാ. പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണട മാത്രം വെച്ചാൽ പോരാ, പിന്നെ എന്ത് വേണമെന്ന് പറയുന്നത്? കണ്ണാടി. ജ്യോതി മാം, താങ്ക് യു സോ മച്ച്. കണ്ണാടി നോക്കണം. ഫിസിക്കൽ അപ്പിയറൻസ്, ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ 10-ൽ 10 മാർക്ക് ഇടുക. 10-ൽ എത്ര മാർക്ക് കിട്ടും? നിങ്ങൾ സാധാരണ 10-ൽ എത്ര മാർക്ക് കിട്ടും? നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാർക്ക് ഇടുവാണെങ്കിൽ 10-ൽ എത്ര മാർക്ക്? പറഞ്ഞോളൂ, ജസ്റ്റ് തമാശക്ക്. 10 മാർക്ക് കൊടുക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. 10 മാർക്ക് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ അവരെ കുറിച്ച് ഫിസിക്കൽ അപ്പിയറൻസിന് പലർക്കും ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, പലർക്കും ആ പ്രോബ്ലംസ് ഉണ്ടാകാം. ഫിസിക്കൽ അപ്പിയറൻസ്. രണ്ടാമത് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. MBTI വരുന്നുണ്ട്, ടൂളുണ്ട്. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, പല പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉണ്ട്. എക്സ്ട്രോവേർട്ട് ആകാം, ഇൻട്രോവേർട്ട് ആകാം, സെൻസിങ് ആപ്പ്. MBTI കേട്ടിട്ടുള്ളവർ കൈപ്പൊക്കിക്കേ. ട്രെയിനേഴ്സിന്റെ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. MBTI കേട്ടിട്ടുള്ളവർ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. MBTI മേയേഴ്സ് ആൻഡ് ബ്രെക്സ് ടൈപ്പ്. നോ. ഞാൻ പറയാം, സമയം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അത് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അസസ് ചെയ്യാൻ നല്ലതാണ്. 16 പേഴ്സണാലിറ്റി ടൈപ്സ് ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. പിന്നെ വരുന്ന പേഴ്സണൽ ഹിസ്റ്ററിയാണ്. പേഴ്സണൽ ഹിസ്റ്ററി അതായത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ സാധാരണ അവിടെ പറയാം, സിനിമയിൽ ഒരു സിനിമയുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. 2016 റിലീസ് ചെയ്ത സിനിമയുണ്ട്, കട്ടപ്പനയിലെ ഋതിക് റോഷൻ. ആ സിനിമ കണ്ടവരെന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യുക. കട്ടപ്പനയിലെ ഋതിക് റോഷൻ. കണ്ടതാ. അങ്ങനെയാണെങ്കിൽ ഫരീദ് കുഞ്ഞി സാറ് അടിമാലിയിലാണെന്നറിയാം, കട്ടപ്പന അടുത്താണെന്നറിയാം. ഉണ്ണികൃഷ്ണൻ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ സുഹൃത്തിന്റെ മകളെയും കൂടിയാണ്. കല്യാണത്തിൽ പങ്കെടുത്ത ആളെയാണ് ഞാൻ, കലാ ഓഡിറ്റോറിയത്തിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ സാർ ചോദ്യം ചോദിക്കട്ടെ. ആ സിനിമയ്ക്ക് സബ് ടൈറ്റിൽ ഉണ്ട്, എന്താണ്? അത് ശ്രദ്ധിച്ചില്ല സാർ. അതെന്താ ഉണ്ണികൃഷ്ണൻ ചോദിക്കുക? ആ സിനിമയുടെ, കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാ. ആ സിനിമയ്ക്ക് സബ് ടൈറ്റിൽ ഉണ്ട്. ആർക്ക് വേണമെങ്കിൽ പറയാം. അത് ജമിയോട് ചോദിക്കണം. ആണോ? അറിയാവുന്നവരൊന്ന് പറഞ്ഞോ. ആ സിനിമയുടെ സബ് ടൈറ്റിൽ ഇത് ഞാൻ പറയാം. മുറിവുകൾ ഏറെയുള്ളവന്റെ കഥ. ആ വിഷ്ണു കഥാപാത്രം വിഷ്ണു അല്ലേ? കഥാപാത്രത്തിന്റെ വിഷ്ണു എന്നല്ല, ഒറിജിനൽ പേരാ വിഷ്ണു. ഒറിജിനൽ കഥാപാത്രം വിഷ്ണു. ഈ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെറുപ്പകാലത്തുണ്ടായ അനുഭവങ്ങൾ, മുറിവേൽക്കുന്ന അനുഭവങ്ങൾ. ഈ പേഴ്സണൽ ഹിസ്റ്ററി ശ്രദ്ധിക്കുക. ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മൾ ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, നമ്മൾ ആരും 100% റൈറ്റ് അല്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പെർഫെക്റ്റ് മാരേജ് എന്നുള്ള മാരേജ് ഇല്ല. ഉണ്ടോ? അതുകൊണ്ട് പറയുന്നത് പെർഫെക്റ്റ് മാരേജ് ഈസ് എ മിത്ത്, ബട്ട് ഹാപ്പി മാരേജ് ഈസ് എ പോസിബിലിറ്റി.
പെർഫെക്റ്റ് മാരേജ് അത് മായയാ. ബട്ട് ഹാപ്പി മാരേജ് ഈസ് എ പോസിബിലിറ്റി. വേണമെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കി മാറ്റാൻ പറ്റും. നമ്മൾ പറയല്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. നിങ്ങൾക്ക് വേണോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരും മുറിവേറ്റവരാ. അതിന് സാധാരണ പറയാറുണ്ട്, ഇഫ് യു ആർ wounded, it is not your fault. But if you are not healed, it is your fault. അതിന് സമാനമായ, ഞാൻ സാധാരണഗതിയിൽ ഇത് പോകുമ്പോഴത്തെ അതിന് സമാനമായ വേറൊരു കോട്ടുണ്ട് ബിൽ ഗേറ്റ്സിന്റെ. ആർക്ക് പറയാം? ഇഫ് യു ആർ ബോൺ പുവർ, ജനിക്കുന്നത് പോറായിട്ടാണെങ്കിൽ കുറ്റമല്ല, പക്ഷെ മരിക്കുന്നത് പോറായിട്ടാണെങ്കിൽ കുറ്റാന്നല്ലേ? യെസ്, അത് തന്നെ സാർ ജോസ് സാറേ. അത് ഞാൻ സാധാരണഗതിയിൽ യൂത്തിന് നമ്മുടെ ജോസ് സാറിന് അറിയാമല്ലോ, നമ്മുടെ കൊച്ചി പോസിറ്റീവ് കമ്മ്യൂണിറ്റിന്റെ മറ്റൊരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ കുട്ടികളെ, അതായത് റിമോട്ട് പ്രിപ്പറേഷൻ, അതായത് കോളേജുകളിൽ പോയിട്ടുള്ള പ്രോഗ്രാം ഇല്ലേ, അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യുവർ ഫാദർ ഈസ് പുവർ, ഡോണ്ട് വറി, ഇറ്റ് ഈസ് നോട്ട് യുവർ ഫാൾട്ട്. ബട്ട് ഇഫ് യുവർ ഫാദർ ഇൻ ലോ ഈസ് പുവർ, അപ്പൊ അവരോട് ചോദിക്കാറുണ്ട്, ഹൂസ് ഫാൾട്ട് ഈസ് ഇറ്റ്? അപ്പൊ അവര് പറയും ഞങ്ങളുടെ അല്ല. അപ്പൊ ഞാൻ പറയാറുണ്ട്, യു ഹാവ് ടു സെലക്ട് കറക്റ്റ് ഫാദർ ലോ. അങ്ങനെ കറക്റ്റ് നല്ല ഫാദർ ലോ കിട്ടണമെങ്കിൽ ഇരുന്ന് പഠിക്കണം, ജോലി കിട്ടണം, അപ്പൊ നല്ല ഫാദർ ലോ കിട്ടും. ഓക്കെ, അത് അങ്ങനെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. പേഴ്സണൽ ഹിസ്റ്ററി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സോഷ്യൽ റോൾസ്. അപ്പൊ നമ്മുടെ സെൽഫ് ഇമേജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. ഇനി നമ്മൾ രണ്ടാമത്തിൽ വരുവാണ് ഇമോഷണൽ ഇന്റലിജൻസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെൽഫ് അവയർനെസ് പോലെ തന്നെയാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അത് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ IQ മാത്രം പോരാ, ആണല്ലോ. അതിനെക്കുറിച്ച് ഒത്തിരി സംഭവങ്ങൾ ഞാൻ സ്റ്റോറി പറയാനുള്ള ഇതില്ല. IQ-മായി ബന്ധപ്പെട്ട ഒട്ടനവധിയായി നമുക്കറിയാം. IQ മാത്രം മതിയോ? പിന്നെ ഒത്തിരി ക്യൂ ഉണ്ടല്ലോ. നിങ്ങളുടെ അറിവുള്ള ക്യൂകൾ എന്ന് പറഞ്ഞോളൂ. തീർന്നോ? 2 ക്യൂ ആയുള്ളൂ. പിന്നെ അന്ന് ക്യൂവിന്റെ, ഞാൻ ട്രെയിനേഴ്സിന്റെ പ്ലാറ്റ്ഫോമിൽ ചോദിക്കുന്ന ക്യൂവിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. AQ, വാട്ട് ഈസ് AQ? ഇമോഷണൽ ക്വസ്റ്റ്യൻസ് അല്ല, EQ is emotional quotient. AQ ആറ്റിറ്റ്യൂഡ്, attitude. Correct. Then what is FQ? അഡാപ്റ്റബിൾ ക്വസ്റ്റ്യന്റ് ആണ് സാർ. ഇത് കഴിഞ്ഞ് ജോസ് സാറിന്റെ ക്ലാസ് ആണ് FQ, ഫിനാൻഷ്യൽ ക്വസ്റ്റ്യന്റ്. വാട്ട് ഈസ് DQ? മറ്റേ മമ്മൂട്ടിയുടെ മകന്റെ പേരല്ല. ഡിജിറ്റൽ ക്വസ്റ്റ്യന്റ്. വാട്ട് ഈസ് CQ? ക്രിയേറ്റീവ് ക്വസ്റ്റ്യന്റ്. വാട്ട് ഈസ് RQ? ഇത്രയേ ഉള്ളൂ. ക്യൂവിന്റെ എണ്ണം കൂടി വരാം. ഞാൻ ഇവിടെ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല. ഇമോഷണൽ ഇന്റലിജൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമോഷണൽ മച്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്ത് ഞാൻ ഒരു സംഭവം പറയാം. പല കുടുംബ ബന്ധം, 6 യൂണിവേഴ്സൽ ഇമോഷൻസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? പോൾ എക്മൻ പറയുന്നു യൂണിവേഴ്സൽ ഇമോഷൻസ് 6 എണ്ണം ഉണ്ട്. 1 ഹാപ്പിനെസ്, അടുത്ത 1 ഹാപ്പിനെസ്, 2 ഫിയർ, 3 ഡിസ്ഗസ്റ്റ്, 4 സർപ്രൈസ്, 5 സാഡ്നെസ്, 6 ആങ്കർ. ഈ 6 യൂണിവേഴ്സൽ ഇമോഷൻസ്. അല്ല, ഏറ്റവും ബന്ധങ്ങളെ തകർക്കുന്ന ഇമോഷൻസ് ഏതാ? പറഞ്ഞോളൂ. ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഈ സർവൈവിങ് കപ്പിൾസിന് ഓളട്ടൈൽ പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി ചിലത് വരുമ്പോൾ നിസ്സാര കാര്യം വന്നാൽ മതി, പെട്ടെന്ന് റൈസ് ആവും. അത് ഓളട്ടൈൽ പേഴ്സണാലിറ്റിയാണ്. അതൊരു പക്ഷേ ട്രിഗറിങ് ആകാം ചില കാര്യങ്ങൾ. അതായത് നോക്കേണ്ട കാര്യം അതാണ്, ഈ അവരുടെ ഭൂതകാലത്ത് അവഗണന നേരിട്ട വ്യക്തിക്ക് ഒരു ട്രിഗറിങ് എഫക്ട് കിട്ടിയാൽ മതി ജീവിത പങ്കാളിയിൽ നിന്നും. ഈ അവഗണന നേരിട്ട വ്യക്തി എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ അവഗണന ഹീൽ ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്യും. ഇവിടെ കിട്ടില്ല. ഈ അവഗണന വീണ്ടും അവഗണിക്കപ്പെടുക തോന്നൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓളട്ടൈലാവും, ഭയങ്കരമായിട്ട് പെട്ടെന്ന് റൈസ് ചെയ്യും. കാരണം ചില വ്യക്തികളുടെ സ്വഭാവത്തിൽ എങ്ങനെയാ ആങ്കർ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് ഈ പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഈ ആങ്കറിന്റെ കേസ് വരുമ്പോൾ ഒരു വ്യക്തി ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും അവിടെ മാതാപിതാക്കളെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും തമ്മിൽ ഏറെ സാമ്യമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നു. നിങ്ങളുടെ പേരൻസ്, ഇപ്പൊ നമ്മുടെ പേരൻസ്, നിങ്ങളെല്ലാം കൗൺസിലേഴ്സും ട്രെയിനേഴ്സും ഒക്കെ ആയത് ഇമോഷണൽ മച്യൂരിറ്റി ഉള്ളവരാണ്. സാധാരണക്കാരെ നോക്കുക, നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലും, സജീവ് സാർ ആങ്കർ മാനേജ്മെന്റ് ക്ലാസ് എടുത്തിട്ടുള്ള അല്ലേ? അതായത് മക്കൾ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലും മാതാപിതാക്കൾ ദേഷ്യപ്പെടുന്ന രീതിയിൽ സാമ്യമുണ്ടോ സാറേ?
സാമ്യമുണ്ട്. ആങ്കർ മാനേജ്മെന്റ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അവിടെ വേണ്ടത് ഇമോഷണൽ മച്യൂരിറ്റി ഉണ്ടാകണം, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാകണം. വളരെ പ്രധാനപ്പെട്ടതാ. ഇനി മറ്റു ഒരു കാര്യം കൂടെ, നമ്മൾ ഹാപ്പിനെസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഈ ഹാപ്പിനെസ്, അതായത് ഇപ്പൊ ഞാൻ ഇവരോട് പറയാറുണ്ട്, വിവാഹിതരാകാൻ പോകുന്നവര് ആദ്യം ചെയ്യേണ്ടത് വിവാഹമോചനം പ്രാപിക്കണം. എവിടെന്നാ? വിവാഹിതരാകാൻ പോകുന്നവര് ആദ്യം കിട്ടേണ്ടത് വിവാഹമോചനം പ്രാപിക്കണം. എവിടെന്നാ? സങ്കല്പത്തിലുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്. കറക്റ്റ്. അത് വിവാഹമോചനം നേടുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ അവരെ കൊല്ലണം എന്നുള്ളതാണ്. വിവാഹത്തിന് മുമ്പ് നാം ഒരാളെ കൊല്ലണം. നമ്മുടെ മനസ്സിലുള്ള ആ സങ്കല്പത്തിലുള്ള ആളെ നമ്മൾ കൊന്നിട്ടാണ് ഇതാള് ഡിവോഴ്സ് ചെയ്യുന്ന കല്യാണം കഴിയണമല്ലോ. താങ്ക് യു വെരി മച്ച് സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി കൊല്ലെന്ന് പറയുമ്പോ വേറെ ആരൊക്കെ ഇനി അത് വേണ്ട, കടാരെടുക്കാനും തോക്കെടുക്കാനും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യണം. യെസ്, താങ്ക് യു സോ മച്ച്. ഞാനിത് പറയുമ്പോഴേ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇന്ന് ലിവിങ് റിലേഷൻഷിപ്പ് കൂടി വരിക. കുറച്ച് നാൾ മുമ്പ് ഞാൻ നിങ്ങളുടെ കൗൺസിലേഴ്സ് ആയതുകൊണ്ട് ശ്രദ്ധപ്പെടുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഭാരതീയ ദർശനത്തിൽ 4 ആശ്രമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസ ജീവിതം. ഇനി ആധുനിക തലമുറ, ഒരു ചോദ്യം, ആധുനിക തലമുറ ബ്രഹ്മചര്യത്തിലായിരിക്കുമ്പോഴും ഗൃഹസ്ഥാശ്രമത്തിന്റെ അനുഭവങ്ങൾ തേടി പോകുന്ന തലമുറയാണോ? സ്വർണം ഉത്തരം പറയണ്ട. വെറുതെ ഞാൻ ഇന്നലെ സൂചന പറഞ്ഞല്ലോ. ഇനി ഞാനിത് കേരളത്തിലെ ഒരു കുടുംബങ്ങളിൽ നടന്ന സംഭവം പറയാം. ഇത്രയേ ഉള്ളൂ. സെലിബ്രിറ്റീസിന് വിവാഹമോചന. അപ്പോൾ എന്താണ് വാട്ട് ലെഡ് ടു ഡിവോഴ്സ് എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞ ഉത്തരം ഇതാണ്: ആദ്യ രാത്രി മുതൽ ഞങ്ങളുടെ കിടപ്പറയിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മാത്രമല്ല കിടന്നുറങ്ങിയിരുന്നത്, മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് പറയാണ്. ദ പ്രസൻസ് ഓഫ് ദ തേർഡ് പേഴ്സൺ ഹാസ് ലെഡ് ടു ഡിവോഴ്സ്. ആ മൂന്നാമത്തെ വ്യക്തിയുടെ സാന്നിധ്യമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചത്. ഇവിടെയാണ് പരീത് കുഞ്ഞ് സാറ് പറഞ്ഞത്, ഇത് കൊല്ലണം. അതായത് വിവാഹത്തിന് മുമ്പ് ഞാൻ പറയാറുണ്ട്, അവരോട് പറയാറുണ്ട്, അവർ അരുതാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറന്നു കളയുക. ചില പുരുഷന്മാർ വിചാരിക്കുന്നത് അത് തൊപ്പിയിലെ തൂവല അല്ല, ഡിസ്ക്വാളിഫിക്കേഷനാ, നമ്മളെ ഹോണ്ടിങ് എക്സ്പീരിയൻസാ. ഇത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ പ്രോബ്ലംസിലേക്ക് വരും. അപ്പോൾ ആ ഒരു വിവാഹമോചനം വേണം. ഇനി ഞാൻ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിക്കാൻ അടുത്ത സമയം പോയിക്കൊണ്ടേ ഇരിക്കുക. അടുത്ത സ്ലൈഡ് കൂടെ നോക്കുക. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യാനുള്ള, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ജസ്റ്റ് ജോഹാരി വിൻഡോ ഉണ്ട്. ജോഹാരി വിൻഡോയിൽ ഓപ്പൺ ഏരിയ വലുതാക്കണം, ബ്ലൈൻഡ് ഏരിയ ചുരുക്കണം. ഓപ്പൺ ഏരിയ പരസ്പരം അറിയാവുന്ന കാര്യം, ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങളും അഭിരുചികളുമാണ്. ബ്ലൈൻഡ് ഏരിയ എന്ന് പറയുന്നത് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല, ബാക്കി എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ജസ്റ്റ് സാധാരണ കുടുംബ കോടതിയിൽ വരുന്ന കേസുകളിൽ ഈ നമ്മൾ സാധാരണ പറയാണ്ട് സംശയരോഗം, പാരനോയിഡ്, അപ്പൊ അത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രീനിവാസിന്റെ സിനിമ കണ്ടിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അത് ഒഥല്ലോ സിൻഡ്രോം. ആ വ്യക്തി അറിയുന്നില്ല, ബാക്കി എല്ലാവർക്കും അറിയാം. അതൊരു പ്രശ്നമാണ്. ഈ ബ്ലൈൻഡ് ഏരിയ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പിന്നെ വരുന്ന ഹിഡൻ ഏരിയ വരുന്നുണ്ട്. ചില കാര്യങ്ങൾ തുറന്ന് പറയണം, പറയാതിരിക്കുക, അതൊരു ഭയമായിരിക്കാം. ദാമ്പത്യ ബന്ധത്തിൽ ട്രാൻസ്പെറൻസി വേണം, ഇല്ലെങ്കിൽ സ്ട്രെസ് വരും, ഹിഡൻ ഏരിയ വരും. പിന്നെ 4ാമത്തെ ഏരിയ ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് നമ്മൾ ജോസഫ് പുസ്തകം ഉണ്ടല്ലോ, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അത് പുറത്തേക്ക് എടുക്കണം. ഒരു പക്ഷേ ചില ക്രൈസിസ് വരുമ്പോഴായിരിക്കും അത് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ചില ക്രൈസിസ് വരുമ്പോൾ ആ വ്യക്തി പെരുമാറുന്ന സാഹചര്യം. അതായത് ഐ ഡു നോട്ട് നോ വൈ ഐ ബിഹേവ് ദ വേ ദാറ്റ് ഐ ഡു. ഐ റിപ്പീറ്റ് വൺസ് മോർ, ഐ ഡു നോട്ട് നോ വൈ ഐ ബിഹേവ് ദ വേ ദാറ്റ് ഐ ഡു. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അത് ബ്ലാക്ക് ബോക്സ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യാൻ ടൂളാണ്, ഒരു ടൂളാണ് ജോഹാരി വിൻഡോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഇനി അടുത്ത ഒരു ഇതിലേക്ക് ഞാൻ പറയാം. MBTI ഉണ്ട്. MBTI അടുത്ത സ്ലൈഡ് ഒന്ന് കാണിച്ച്. MBTIയിൽ അതായത് അടുത്ത സ്ലൈഡ് നോക്കി. MBTIയിൽ ഇതാണ് മേഴ്സൺബർഗ്സിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അടുത്ത സ്ലൈഡ് നോക്കി. അടുത്ത നോക്കിക്കുക. അതായത് 4 തരത്തിലാണ് വരുന്നത്. വേൾഡിനെ നമ്മൾ വേൾഡുമായി, അതായത് നമ്മുടെ ഒരു പ്രിഫറൻസസാ, നമുക്ക് ഇവിടുന്ന് എനർജി കിട്ടുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ചില വ്യക്തികൾ ഒരുമിച്ച്, ചില വ്യക്തികൾ എനർജി കിട്ടും ഒറ്റയ്ക്ക് ഇരിക്കണം. ചില വ്യക്തികൾക്ക് അങ്ങനെയല്ല. എനർജി കിട്ടണമെങ്കിൽ, ഇപ്പൊ സതീഷ് സാറിനെ പോലുള്ള വ്യക്തികളാണെങ്കിൽ എനർജി കിട്ടണമെങ്കിൽ ഒരു കൂട്ടുകാരുടെ ഗ്യാങ്ങിലാവണം. അത് എക്സ്ട്രോവേർട്ടാണ്. ചിലർക്ക് നേരെ ഇൻട്രോവേർട്ടാണ്. അതാണ് പേഴ്സണാലിറ്റി ടൈപ്സ് ആണ്. പിന്നെ ചിലർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് സെൻസിങ് ആകാം, ഇൻറ്റ്യൂറ്റീവ് ആകാം.
ദെൻ ചിലർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ തിങ്കിങ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചിലർ പെട്ടെന്ന് ഫീലിംഗ് ലെവലിലാകാം. ചിലർക്ക് സ്ട്രക്ചർ ജഡ്ജിങ് ആകാം, പെർസീവിങ് ആകാം. അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം വരുമ്പോൾ ഇത് 93 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതിനെ അസസ് ചെയ്യുന്നതിനാണ് 93 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അവർ നോക്കിയിട്ടാണ് ആ വ്യക്തിയുടെ പാറ്റേൺ അറിയാൻ പറ്റും. ഇതിങ്ങനെ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും, കുറേ അധികം സമയം എടുക്കും. 2 മണിക്കൂറെങ്കിലും എടുക്കുന്ന ഒരു സെഷനാണ്. ആ സമയത്തിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അസസ് ചെയ്യുന്ന കൂടെ എന്താ, നമുക്കൊരു അവയർനെസ് ഉണ്ടാകാം. പങ്കാളിക്ക് അറിയാം എൻ്റെ പങ്കാളി ഇങ്ങനെ പെരുമാറുമ്പോൾ, ഫോർ എക്സാമ്പിൾ ജഡ്ജിങ് ടൈപ്പാണ്, അല്ലെങ്കിൽ ചിലരുണ്ട് പെർസീവിങ് ആ, ഒരു പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ ഒരു ജസ്റ്റ് ഒരു സാമട്ടിൽ പോകുന്നവരുണ്ടാവും. അപ്പൊ ഭാര്യ പ്രത്യേക രീതി വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ ഇതിനൊരു അസസ്മെന്റാണ് വരുന്നത്. പിന്നെ വരുന്ന ഒറ്റ കാര്യമുള്ള അവസാനത്തെ ഒരു പോയിന്റ് പറഞ്ഞ, അതായത് നമുക്കറിയാം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതായത് ഇൻ സൈക്കോളജി ദർ ആർ നോ അഡൽട്ട് പ്രോബ്ലംസ്. ചോദ്യം ചോദിച്ചോട്ടെ. യെസ് ജഗദീഷ്. ഈ 93 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതില്ലേ, ലേഡീസിനും ജെന്റ്സിനും ഒക്കെ ഒന്ന് തന്നെയാണോ, സെയിം ആണോ? ഒരേ ക്വസ്റ്റ്യൻസ് ആണ്, 93 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയുടെ ഈ പറയുന്ന എക്സ്ട്രോവേർട്ട് ആണ്, MBTI ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം 4 ടൈപ്പ് നമുക്ക് വരും. അത് 93 ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഇതനുസരിച്ച് 16% നമുക്ക് 4 ടൈപ്പിലേക്ക് നമ്മൾ ചുരുങ്ങും. അപ്പൊ നമുക്കറിയാം എന്റെ പേഴ്സണാലിറ്റി എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ, ഞാൻ സെൻസിങ് ആണോ ഇൻഡ്യൂറ്റീവ് ആണോ, ഞാൻ തിങ്കിങ് ടൈപ്പ് ആണോ ഫീലിംഗ് ടൈപ്പ് ആണോ, ഞാൻ ജഡ്ജിങ് ആണോ അതോ പെർസീവിംഗ് ആണോ. ഇത് മനസ്സിലാക്കി കൂടാന്ന് അറിയാം, എനിക്ക് എന്നെ കുറിച്ച് അസസ് ചെയ്യാൻ പറ്റും. എനിക്ക് എന്റെ ജീവിത പങ്കാളി അസസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താ കഴിവതും കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ സാധിക്കും, പങ്കാളിയെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, പേഴ്സണാലിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലതൊക്കെ മാറ്റിയെടുക്കാം. ഉദാഹരണത്തിന് ഇൻട്രോവേർട്ടായ ഭർത്താവിനോട് പറയാം, നീ നിന്റെ ഭാര്യ എക്സ്ട്രോവേർട്ടാണ്, നീ വരുമ്പോൾ ആ മൊബൈൽ ഫോണിൽ മാറി ഭാര്യയെ ശ്രവിക്കാൻ ശ്രമിക്കുക, സംസാരിക്കാൻ ആരംഭിക്കുക എന്നുള്ള ചെറിയ കാര്യം. പക്ഷെ ചില സ്ഥായിയായ പേഴ്സണാലിറ്റി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതാണ് സെറനിറ്റി പറയുന്നത്, മാറ്റാൻ കഴിയുന്നവയെ മാറ്റുവാനും മാറ്റാൻ കഴിയാത്തവയെ അംഗീകരിക്കുവാനുള്ള പ്രാർത്ഥന, സെറനിറ്റി പ്രയർ. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, സമയം വൈകിയത് കൊണ്ടും ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് 1 മണിക്കൂർ കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്നതല്ല. ഇറ്റ് ടേക്സ് മച്ച് ടൈം. തൽക്കാലം ഞാൻ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. നാളെ ഇല്ല, മറ്റന്നാള് നമ്മൾ വീണ്ടും കാണും, 20-ാം തീയതി. ഓക്കെ, ഇനി അടുത്തത് ജോസാറിന്റെ സെക്ഷനാണ് FQ. വാട്ട് ഈസ് FQ? ഫൈനാൻഷ്യൽ ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ബാക്ക് ടു യു അഷ്റഫ് സാർ. താങ്ക് യു സർ. Thank you, sir. Thank you, sir. Thank you so much. Thank you, sir. Thank you so much. Thank you, sir. Thank you, Vincent. Thank you so much. Thank you, Ambulima. Thank you so much. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് വിലപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വിൻസെന്റ് സാർ നൽകിയത്. സമയം വൈകിയതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇന്നത്തെ അടുത്ത സെഷൻ